ഹലോ നമസ്കാരം, ഞാൻ ജയശ്രീ ഗോവിന്ദൻ, റിട്ടയർമെൻറ്റ് കൺസൾട്ടൻറ്റ്. നിങ്ങളൊരു സേവ് ചെയ്യാൻ തുടങ്ങിയ ബിഗിനറാണോ? അതായത് ആദ്യമായിട്ട് ജോലി ലഭിച്ച ഒരാളാണോ? ഇപ്പം റീസെൻ്റ്ലി സേവ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ബഡ്ജറ്റ് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാൻ വേണ്ട ടിപ്സാണ് ഞാൻ നൽകുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ എക്സ്പെൻസിനെയൊക്കെ നമ്മൾ സ്പെൻഡിങ്ങിനെ ഒന്ന് ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ട്രാക്ക് ചെയ്യുമ്പോൾ ഏറ്റവും അത്യാവശ്യമുള്ള സ്പെൻഡിങ് അല്ലെങ്കിൽ എക്സ്പെൻസ് ഏതാണെന്നും അത്ര അത്യാവശ്യമല്ലാത്ത നമ്മൾ വെറുതെ എക്സ്പെൻസ് ആക്കുന്നതാണോ എന്നുള്ളതും തരംതിരിക്കുക. അതിനുശേഷം അതിന് നല്ല രീതിയിൽ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുക. അതൊരു ലോങ് ടൈം ഗോളും അതുപോലെ തന്നെ ഒരു എമർജൻസി ഫണ്ടിനുള്ളതും ഷോർട്ട് ടൈം ഗോളും ഒക്കെ ആയിട്ട് നമ്മൾ അതിനെ തരംതിരിക്കുക. പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ നമ്മൾ ചിലവാക്കുക, അല്ലാത്ത അനാവശ്യമായ ചിലവുകളെല്ലാം വെട്ടിച്ചുരുക്കുക. ആ രീതിയിൽ നമ്മൾ നല്ല രീതിയിലൊന്ന് പ്ലാൻ ചെയ്താൽ നമുക്കൊരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഇല്ലാതെ എന്നാൽ അത്യാവശ്യം സേവിങ്സോട് കൂടി നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിന് ശേഷം നമ്മൾ നല്ല ഒരു പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് ഒരു സേവിങ്സ് പ്ലാനിലേക്ക് അല്ലെങ്കിൽ ഒരു നല്ല സേവിങ്സ് സ്കീമിലേക്ക് നമ്മൾ ഇത് ഗ്രാജ്വലി ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിനകത്തേക്ക് സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും വേണം. ഒപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് റിവ്യൂ ചെയ്യുക. നമ്മുടെ പ്ലാൻ എല്ലാം കറക്റ്റ് ആണോ എന്നും നമുക്ക് അനാവശ്യമായ ചിലവുകൾ വീണ്ടും വരുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് റിവ്യൂ ചെയ്തതിന് ശേഷം അതിനെ അപ്ഡേറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പ്രയോജനകരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ അറിവുകൾക്കും അതുപോലെ നിങ്ങൾക്ക് കൃത്യമായ ഒരു പ്ലാനിങ്ങിനും വേണ്ട സഹായത്തിന് ഞങ്ങളെ കൺസൾട്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ വീഡിയോയുമായി കാണുന്നവരെ ടേക്ക് കെയർ. ബൈ.